പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പഞ്ചായത്തുകൾ എന്തുകൊണ്ട് നഷ്ടത്തിൽ പോകുന്നു, കിഴക്കമ്പലം പഞ്ചായത്തിൽ എങ്ങനെ 30 കോടിയിലധികം രൂപ ബാക്കി വരുന്നു എന്നത് സംബന്ധിച്ച് ചില പരാമർശങ്ങൾ പലയിടങ്ങളിൽ സംസാരിക്കേണ്ടായി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് 2020 സാബുവിന്റെ കൂടെ നിന്നിട്ടുള്ള പലരും അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ട് സാബു ജേക്കബിനെ തെറി വിളിക്കുന്നതും കണ്ടു. രണ്ട് തരത്തിലുള്ളവരാണ് തെറി വിളിക്കുന്നത് കണ്ടത്. ഒന്ന്, രാഷ്ട്രീയമായിട്ട് പിരിഞ്ഞു പോയവർ മറ്റ് സഹായം അഭ്യർത്ഥിച്ച ശേഷം സാബു കൊടുക്കാത്തത് കൊണ്ട് പോയി നിന്ന് തെറി വിളിക്കുന്നവർ, അതൊരു വശത്ത്. എന്നാൽ മറുവശത്ത് പഞ്ചായത്തിലാകട്ടെ ഏതാണ്ട് 30 കോടിയിലധികം രൂപ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് ഇതിന്റെ കാര്യം എന്നതിനെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം, ഇത്തരത്തിൽ സഹായം അന്വേഷിച്ചു പോയ ചിലർ അത് കിട്ടാത്തത് കൊണ്ട് പിന്നീട് സാബു ജേക്കബിനെതിരെ തെറി വിളിച്ചപ്പോ അതിന്റെ കാരണം പറഞ്ഞതിന് എനിക്ക് തെറി കിട്ടിയത് കൊണ്ടാണ്. ഇതൊന്ന് പറയാമെന്ന് കരുതി. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയാണ്, അതുപോലെ അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ഇത് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഭരണാലയങ്ങളിൽ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിക്കോട്ടെ, അസംബ്ലി ആയിക്കോട്ടെ, ഈ MLA മാരും ഈ പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റ്മാരും ഒക്കെ എന്താണ് ചെയ്യുന്നത്, ഈ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ പണമാണ്. ഇനിയെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പൊതുകടം കൂടി വരും. ഇപ്പോൾ തന്നെ നമ്മുടെ കടമെന്ന് പറഞ്ഞാൽ, ഇനി നമ്മുടെ ജനിക്കാവുന്ന ഒരു കുട്ടിക്ക് 1,25,000 രൂപയോളം കടമുണ്ട്. ഇപ്പോൾ 1,25,000 രൂപയോളം കടമുണ്ട് ഇനി ജനിക്കുന്ന കുട്ടിക്ക്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 3.5 കോടി ജനങ്ങളുടെ മൊത്തം കടമാണ്. അപ്പോൾ ഒരാവസ്ഥയിൽ കിഴക്കമ്പലത്ത് തന്നെ തുടങ്ങാം. കിഴക്കമ്പലത്ത് സാബു ജേക്കബിന്റെ കമ്പനി നടക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ കമ്പനികൾ പലയിടത്തും നടക്കുന്നുണ്ട്. വിദേശത്തേക്ക് കയറ്റുമതി മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ബിസിനസ് നടക്കുന്നുണ്ട്. കോടികളുടെ ബിസിനസ് നടക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ പറയുന്നത് 2020 സാബു അദ്ദേഹത്തിന്റെ ബിസിനസ് ലാഭം, പ്രോഫിറ്റ് എടുത്തിട്ട് അതിന്റെ CSR ഫണ്ട് എടുത്തുകൊണ്ട് അവിടെ കിഴക്കമ്പലത്ത് പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്നാണ്. ഇത് ഒരു ധാരണയാണ്, പറഞ്ഞു പരത്തുന്ന ധാരണയാണ്. ഇത് തെറ്റാണ് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇത് തെറ്റാണ്. ഇങ്ങനെയല്ല. അവിടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കറിയില്ല. ഇടയ്ക്കൊക്കെ അത് പൂട്ടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാർ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അവിടുത്തെ ജനങ്ങൾ വില കൂടിയ ഫുഡ് കഴിച്ചാൽ മതി എന്നൊക്കെ. അപ്പൊ ഏതായാലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ CSR ഫണ്ട് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ അന്വേഷണത്തിൽ അതാണ് വ്യക്തമായത്. ബാക്കിയുള്ളതൊക്കെ അവിടെ ഗോഡ്സൺ വില്ല പ്രോഡക്റ്റ് അടക്കമുള്ള മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത് നികുതിപ്പണം, അവിടുത്തെ നാട്ടുകാരുടെ നികുതിപ്പണം ഉപയോഗിച്ച് തന്നെയാണ്. അതിനോളം പണം എല്ലാ പഞ്ചായത്തിലും നികുതിയായി വർഷാവർഷം വന്നു ചേരുന്നുണ്ട്. ആ പണം എടുത്തുകൊണ്ട് ഓരോ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യാം. അതിനുശേഷം ബാക്കി വരും പണം, അത്രത്തോളം നികുതിപ്പണം പല രീതിയിലായിട്ട് അവിടെ വന്നു ചേരുന്നുണ്ട്. ഓരോ ദിവസവും പഞ്ചായത്തിൽ വന്നു ചേരുന്നത് അങ്ങനെയാണ്. പിന്നെ ഇതിനെല്ലാം പുറമെ സർക്കാരിന്റെ ഫണ്ട് വേറെയും വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കൈയിട്ട് വാരി പോകുന്നു എന്നതാണ് വസ്തുത. ഞാനൊരു ഉദാഹരണം പറയാം. ഈ അടുത്ത കാലത്തൊരു വനിതാ നേതാവ് പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് എത്തിയപ്പോൾ അവർ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട്. എന്റെ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയിലെ വനിതാ നേതാവിനൊപ്പം വാഹനത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി ഞാൻ 20 ലക്ഷം രൂപ കൊടുത്തു എന്ന്. സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാവിനൊപ്പം സഞ്ചരിക്കാൻ ഞാൻ മുതിർന്ന നേതാവിനോടൊപ്പം പിടിപാടുള്ള ഒരാളാണ് എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി 20 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പുറത്ത് താഴെ എനിക്ക് അങ്ങ് മേലെ പിടിയുള്ള ഒരാളാണ്, അതുകൊണ്ട് ഇത്ര രൂപ തന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഇരട്ടിയും ഒക്കെ ഇപ്പുറത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, കോടികൾ ഇപ്പുറത്തുനിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തതെന്ന് മനസ്സിലാക്കിയ പോലെ. ഒരു സാധാരണ പഞ്ചായത്ത് ഓക്കെ, അവിടെ സ്ഥാനാർത്ഥിയെ നിൽക്കാൻ ആളില്ലാതെ വരുമ്പോൾ ഏതെങ്കിലും പാർട്ടി ആരെങ്കിലും പിടിച്ചു നിർത്തും, നിങ്ങൾ നിന്നാ മതി എന്ന് പറയും. ആ പാർട്ടി ഫണ്ടിൽ നിന്ന് കുറച്ച് പോസ്റ്ററൊക്കെ അടിച്ച് കണ്ട് അവിടെ ഒട്ടിച്ചു വെക്കും. എന്നാൽ സാധാരണ കേസിൽ അങ്ങനെയല്ല. നല്ല ഫണ്ടുള്ള പഞ്ചായത്തുകളിൽ 10 ലക്ഷം രൂപയെങ്കിലും മുടക്കിയിട്ടാണ് ഓരോ സ്ഥാനാർത്ഥിമാരും മത്സര രംഗത്ത് നിൽക്കുന്നത്. അത് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പാണെങ്കിൽ അതിലേറെ കൂടും. ഒരു സ്ഥാനാർത്ഥി ആകണമെന്നുണ്ടെങ്കിൽ അവരുടെ മുതിർന്ന നേതാവിന്, തലമൂത്ത നേതാവിന് എത്ര ലക്ഷം എണ്ണി കൊടുക്കണമെന്നറിയാം. അത്രയും രൂപ എണ്ണി കൊടുത്താൽ മാത്രമേ അവിടെ അസംബ്ലി സീറ്റ് കൊടുക്കുള്ളൂ. അല്ലാതെ കാര്യപ്രാപ്തി ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുകയൊന്നുമില്ല. വളരെ അപൂർവമായിട്ട് അല്ലാതെ ജനഹിതം അനുസരിച്ച് കൊടുക്കുള്ളൂ. ഇതൊക്കെ ഒരു കച്ചവടമാണ്. അസംബ്ലി സീറ്റ് വേണോ, നിനക്ക് വേണോ, ഇത്ര ലക്ഷം രൂപ തരണം, എന്നാൽ നിനക്ക് അവിടെ സീറ്റ് തരാം. ഇതാണ് അവിടുത്തെ കച്ചവടം. അപ്പൊ ഈ കച്ചവടം പഞ്ചായത്ത് തലത്തിലുമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു തെളിവും കൂടെ തരാം. നമ്മുടെ സർക്കാർ, പിണറായി സർക്കാരിന്റെ ഖജനാവിലേക്ക് വന്നൊരു പണം ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന്റെ ഇപ്പോഴത്തെ പ്രശ്നം തീർക്കാൻ വേണ്ടി വന്ന ഏകദേശം 800 കോടി രൂപ. ഏതാണ്ട് 10-700 പേർക്ക് ആണ് ഇപ്പം ഇത് ചെയ്യാൻ മൊത്തത്തിൽ ചെയ്ത് കൊടുക്കേണ്ടത്. മാക്സിമം എന്നാ വരേണ്ടത്. ഓരോ കോടി രൂപ കൊടുത്താലും 100 ചില്ലാനും കോടി രൂപ ബാക്കിയുണ്ടായിരുന്നു. 100 കോടിയോളം രൂപ അവിടെ ബാക്കിയുണ്ടായിരുന്നു ഇല്ലേ? ഓരോ കോടി കൊടുത്താലും അത് കൊടുക്കാതെ
ഒരു നിർമ്മാണം, ഒരു വില്ല പ്രൊജക്റ്റ് അവിടെ നടക്കുന്നുണ്ട്. വീട് നല്ല ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്, പക്ഷേ മണ്ടത്തരം അവിടെ ചെയ്യുന്നുണ്ട്. വലിയ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല കുറ്റിയുറപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ മുകളിലേക്ക് എടുക്കാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് വലിയ അംഗസംഖ്യകളുള്ളവർക്ക് മുകളിലൊരു നിലയും കൂടെ കയറ്റിയിട്ട് ഭാവിയിൽ കടക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ആ ഒരു വിഷയം ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള, നല്ല ഉറപ്പുള്ള വീട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. വേറെ വിഷയമാണ്, അവിടെ നിൽക്കട്ടെ. ഏതായാലും പണം അത്രയും ചെലവഴിക്കപ്പെടുന്നില്ല. അതിൽ നിന്നും കൈയിട്ട് വാരുന്നുണ്ട്. അതിൽ എത്രയൊക്കെ എവിടെ നിന്നൊക്കെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നു ഓടേ തമ്പുരാനെ അറിയാൻ പറ്റുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ പഞ്ചായത്ത് മുതൽ ഈ മുഖ്യമന്ത്രി കസേര വരെ ഇരിക്കുന്ന ഓരോ നേതാക്കന്മാർക്കും പണം അവർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ സ്ഥാനത്തിന് വേണ്ടി അവരിങ്ങനെ വാശി പിടിക്കുന്നത്? MLA ആയി കഴിഞ്ഞാൽ പല ഭാഗത്തു നിന്നും വരുന്ന ഫണ്ട് കോടികളാണ് വരുന്നത്. ഒരു 20-22 വയസ്സിലൊക്കെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രാദേശിക നേതാവായി നിൽക്കുന്നവൻ ഒരു 50-60 വയസ്സൊക്കെ ആകുമ്പോൾ മൾട്ടി മില്യണർ ആകുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചാൽ മതി. ഏത് പാർട്ടി ആയിക്കോട്ടെ, ഇവരൊക്കെ കാട്ടുമുടിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വയനാട് വിഷയത്തിൽ ഈ രീതിയിൽ കട്ടുമുടിക്കാൻ നിന്നിട്ട് പ്രതിപക്ഷം ഒരു വാക്ക് മിണ്ടിയിട്ടില്ല, ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം അവർക്കും അതിന്റെ പങ്ക് കിട്ടി. ഇതൊക്കെ ഒരു നാടകമാണ്. നമ്മളൊക്കെ പൊട്ടന്മാരെ കളിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ വെറും പൊട്ടന്മാരാണ്. ഞാനിങ്ങനെ പറയും, നീ ഇങ്ങനെ പറയും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു കുട്ടിക്കളിയാണ് അവർ തമ്മിലുള്ള കളി. എന്നിട്ട് അവർ ഒരുമിച്ച് നിരുന്ന് ഓണം ഉണ്ണുകയും ചെയ്യും. അത് നമ്മൾ കാണേണ്ടി വരികയും ചെയ്യും. ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പോൾ പഞ്ചായത്തുകളിൽ ഫണ്ട് ബാക്കി വരുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന നികുതി പണം കൃത്യമായി അവിടെ വിനിയോഗിച്ചിട്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് സാബു ജേക്കബിനെതിരെ ആൾക്കാർ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാരണമാണ്. ഒന്ന്, സാബു ജേക്കബിൽ നിന്ന് പണം മോഹിച്ചു വരുന്ന 2020 വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കത് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പിന്നെ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് സാബുവിനെ തെറി വിളിക്കും. അതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ രസീത് കുറ്റിയടിച്ച് പിരിക്കാൻ കൊടുക്കില്ല. ഇപ്പോ പല പ്രമുഖ പാർട്ടികളും, ഞാൻ ഓരോ പാർട്ടിയുടെ പേരൊന്നും പറയുന്നില്ല, ചിലരൊക്കെ നേരിട്ട് ഫണ്ട് വാങ്ങിയിട്ട് ഫണ്ട് താഴേക്ക് കൊടുക്കും. മറ്റു ചിലർ രസീത് കൊടുക്കും, നിങ്ങൾ പിരിച്ചെടുത്തോ എന്ന് പറയും. അങ്ങനെ പിരിച്ചെടുക്കുന്ന പണവും അല്ലാതെ വാങ്ങുന്ന സംഭാവനയും ഒക്കെ ഉണ്ടാവും. ഈ പിരിച്ചെടുക്കുന്ന പണം കണക്കുകൾ എഴുതിയിട്ട് പലരും കൈക്കലാക്കും. അല്ലാതെ വാങ്ങുന്ന പണത്തിൽ ബഹുഭൂരിപക്ഷവും അവർ തന്നെ എടുക്കും. ഇങ്ങനെ കൊള്ളയാണ്. അതായത് പല ഭാഗത്തുനിന്നും ഈ രീതിയിൽ കൊള്ളയടിക്കുന്നു. അങ്ങനെ പണം ചെലവാക്കി ഭരണത്തിൽ വന്ന ശേഷം ഓരോ പഞ്ചായത്ത് മെമ്പർമാരും മുതൽ മേലോട്ടുള്ളവർ അവർക്ക് കിട്ടാവുന്നത്ര കൊള്ളയടിക്കും. ചുരുക്കം പറഞ്ഞാൽ പഞ്ചായത്തിന്റെ വരുമാനം മുഴുവൻ കൊള്ളയടിച്ചു പോവുകയാണ്. ഓരോ അധികാര സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള കൊള്ളകളുണ്ട്. അവിടെയൊക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടുമുണ്ട്, അവരുടെ സപ്പോർട്ടുമുണ്ട്. അതുകൊണ്ടാണ് പഞ്ചായത്തിൽ ഫണ്ടില്ലാത്തത്. കിഴക്കമ്പലത്തെ ഫണ്ട് ബാക്കിയുള്ളത് സാബു ജേക്കബിന്റെ ബിസിനസിന്റെ മുഴുവൻ ലാഭം കൊണ്ട് പഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ കൊണ്ടിട്ടല്ല. അവിടെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ബാക്കി മുഴുവൻ നികുതി പണം കൃത്യമായി പഞ്ചായത്തിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ എത്തുന്നു. വേണ്ടാത്ത രീതിയിൽ എടുത്ത് വിനിയോഗിക്കപ്പെടുന്നില്ല. അവിടെ നിന്ന് കൈക്കൂലി കിട്ടാത്തതുകൊണ്ട്, അതായത് ഇങ്ങനെ ഉള്ള പണം അടിച്ചു മാറ്റാൻ കഴിയാത്തത് കൊണ്ട്, ലക്ഷങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ കിട്ടുന്നത് പോലെ പണം പോക്കറ്റിലേക്ക് വരില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാർ പെതിയെ അവിടുന്ന് പുറത്തേക്ക് ചാടിയിട്ട് സാബു ജേക്കബിനെ തെറി വിളിക്കും. 4 തെറി വിളിച്ചു കഴിഞ്ഞാൽ 2020 നിന്ന് വന്ന ആളായതുകൊണ്ട് അടുത്ത പാർട്ടിയിൽ സ്ഥാനവും കിട്ടും. കുറച്ച് പണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മെമ്പറോ മറ്റാരോ മാറാനും പറ്റും. പിന്നെ അവിടെ നിന്ന് കൈയിട്ട് വരാനുള്ള സൗകര്യമുണ്ട് ഭരണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. എല്ലാവർക്കും പണം വേണം. ആ പണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരാകുന്നത്. ആ വിധത്തിലുള്ള രാഷ്ട്രീയം സാബു ജേക്കബിന് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് നേരെ പോ എന്നുള്ള അത് മാത്രമേ അറിയുള്ളൂ. കച്ചവടത്തിന്റെ ലാഭം, മുതൽ മുടക്ക് ലാഭം, അതിന്റെ ബാക്കിയുള്ള പ്രോഫിറ്റ് ഷെയർ, ഇതൊക്കെ അറിയാവൂ. അതുകൊണ്ട് പഞ്ചായത്തിന്റെ ഒരു ബിസിനസ് സ്ഥാപനമാക്കി കണക്ക് കൂട്ടിക്കൊണ്ട് അത് അവിടെ നിന്ന് കിട്ടുന്ന മൊത്തം വരുമാനം, ആ വരുമാനത്തിന്റെ ബാക്കിയുള്ളത് ചെലവ്, ആ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് നേരെ പഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തുക കൂടിക്കൂടി വരും. അതാണ് സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ സാബു ജേക്കബിന്റെ തറവാട്ട് സ്വത്തെല്ലാം കൂടെ വിറ്റിട്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ കൊണ്ടിട്ടു ഞാൻ വിശ്വസിക്കുന്നില്ല. Different angles. Don't forget to subscribe and support this channel.